ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോശജാലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് നിരവധി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് പ്ലാന്റ് ടിഷ്യൂസ്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ കംപ്ലീറ്റ് പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ എൻ്റെ മക്കൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് സ്റ്റോറീസും കുറച്ച് കോഡും ഒക്കെ മിസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. സോ ആദ്യം നമുക്ക് അറിയേണ്ടത് പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, അവരൊരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ടിഷ്യൂ ഉണ്ട്. അതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനന്റ് ടിഷ്യൂസും. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെങ്കിൽ മെരിസ്റ്റമിക കലകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയാണ്, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ആൻഡ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ഇനി ഒന്നും ചെയ്യാനൊന്നും വയ്യ. അവർ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ തരും, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇങ്ങനെ ഓടി നടക്കാനൊന്നും വയ്യ. അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള, അതായത് ഓടി നടക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു, എബിലിറ്റി ടു ഡിവൈഡ്, വിഭജിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവരാണ് പെർമനന്റ് ടിഷ്യൂസ് അല്ലെ സ്ഥിരകലകൾ. ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, അതായത് ഓടിച്ചാടി കളിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. അപ്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് മിസ് പറഞ്ഞു നിങ്ങളെപ്പോലെയാണ്, ഭയങ്കര ആക്റ്റീവാണ്, ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കൊരു വലിയ ന്യൂക്ലിയസ് ഉണ്ട്, ലാർജ് സൈറ്റോപ്ലാസം, കോശദ്രവ്യമൊക്കെ കൂടുതലാണ്, കാരണം കുറേ പണികളൊക്കെ ചെയ്യാനുള്ളതല്ലേ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പ്രത്യേകത. ഈ ഒരു ഡയഗ്രാം എക്സാമിന് ചോദിക്കൂ കേട്ടോ. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈസി ആയിട്ട് പഠിക്കാൻ മിസ് ഒരു കോഡ് പറഞ്ഞുതരാം. നമ്മുടെ മേരി ഇന്റർവെല്ലിന് അപ്പം വാങ്ങാൻ പോയപ്പോൾ ലേറ്റായി. പാവം മേരി അല്ലെ, ഓടിപ്പിടിച്ച് അപ്പം വാങ്ങാൻ വന്നതാണ്, പക്ഷെ ലേറ്റായി. അപ്പം മേരി എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ ആലോചിക്കണം, ഇത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ കോഡാണ്. ഓക്കെ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ കോഡാണ്. അപ്പം മേരിക്ക് എന്താ സംഭവിച്ചത്, ഇന്റർവെല്ലിൽ അപ്പം വാങ്ങാൻ പോയതാണ്. അപ്പം ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഇന്റർ കാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പർവാന്തര മെരിസ്റ്റം എന്ന് പറയും. അപ്പം വാങ്ങാനാണ് പോയത്. അപ്പം നമുക്ക് എന്ത് പറയാം, ഏപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ അഗ്രമെരിസ്റ്റം എന്ന് പറയാം. ഓക്കെ. ലേറ്റായി പാവം, ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ. അപ്പം നമ്മുടെ മൂന്ന് മെരിസ്റ്റംസിൻ്റെ പേര് കിട്ടിയല്ലോ, ഏപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ അഗ്രമെരിസ്റ്റം. ഓക്കെ. ദെൻ ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ പാർശ്വമെരിസ്റ്റം. ഓക്കെ. പിന്നെ നമ്മുടെ ഇന്റർ കാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പർവാന്തര മെരിസ്റ്റം. ഇനി ഇത് ഓരോന്നിൻ്റെയും പ്രത്യേകത നോക്കിയാലോ, സിമ്പിളാണ് മക്കളെ. അപ്പോൾ ആദ്യം തന്നെ ഏപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ അഗ്രമെരിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ പേര് നോക്കിക്കുക, അഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം അല്ലെങ്കിൽ തെറ്റം എന്നൊക്കെ പറയാം. ഏപ്പിക്സ് എന്ന് പറഞ്ഞാലും ടിപ്പ് എന്നാണ് അർത്ഥം. ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അഗ്രഭാഗം. അപ്പോൾ ഇവിടെ നോക്കിക്കുക, സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡത്തിൻ്റെ അഗ്രഭാഗം, റൂട്ട് അല്ലെങ്കിൽ വേരിൻ്റെ അഗ്രഭാഗം. ഈ അഗ്രഭാഗത്ത് കാണുന്ന വിഭജിക്കാൻ കഴിവുള്ള, ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടിഷ്യൂസ് ആണ് ഏപ്പിക്കൽ മെരിസ്റ്റം. ഓക്കെ. ഇനിയോ ലാറ്ററൽ മെരിസ്റ്റം അല്ലെ പാർശ്വ മെരിസ്റ്റം. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡാണ്. ഓക്കെ. അപ്പം നമ്മുടെ വണ്ണം വെക്കുന്ന ചില മരങ്ങളുണ്ട് അല്ലേ, തെങ്ങ് അങ്ങനെ വണ്ണം വെക്കില്ല, മുള അങ്ങനെ വണ്ണം വെക്കില്ല, പക്ഷെ മാവ്, പ്ലാവ്, തേക്ക് ഇതൊക്കെ വണ്ണം വെക്കും. അപ്പം അവർക്ക് വണ്ണം വെക്കാൻ അവരെ സഹായിക്കുന്നത് അവരുടെ സൈഡിലുള്ള ഈ ലാറ്ററൽ മെരിസ്റ്റമാണ്, വണ്ണം വെക്കാൻ സഹായിക്കും. ലാറ്ററൽ മെരിസ്റ്റം അല്ലെ പാർശ്വ മെരിസ്റ്റം. ഇനി നമ്മുടെ തെങ്ങ്, കവുങ്ങ്, മുള ഇതിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ നീളം വെച്ച് പോകും അല്ലേ. അപ്പോൾ അവരിങ്ങനെ നീളം വെച്ച് പോകാനുള്ള കാരണം, നമ്മുടെ തെങ്ങിലൊക്കെ തെങ്ങ് ചവിട്ടക്കാരൊക്കെ എന്ത് ചെയ്യും, അവരിങ്ങനെ ചാടി പോകുന്നൊരു സാധനമുണ്ട്. ഇതിനെയാണ് നമ്മൾ പർവ്വം അല്ലെങ്കിൽ നോഡ് എന്ന് പറയാം. അപ്പോൾ ഈ പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ കാലറി മെരിസ്റ്റം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഈ പിക്ചർ തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം കേട്ടോ. സോ ഏപ്പിക്സിൽ അല്ലെങ്കിൽ അഗ്രഭാഗത്ത് കാണുന്നത് ഏപ്പിക്കൽ മെരിസ്റ്റം, പാർശ്വ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ സൈഡിൽ കാണുന്നത് ലാറ്ററൽ മെരിസ്റ്റം. ഇനി ഇതേ പർവ്വം, ഇതാണ് മിസ് പറഞ്ഞ പർവ്വം അല്ലെങ്കിൽ നോഡ്. അപ്പോൾ പർവ്വങ്ങൾക്കിടയിൽ കാണുന്നത് പർവാന്തര മെരിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ കാലറി മെരിസ്റ്റം. സിമ്പിൾ, കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മുടെ പെർമനന്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ സ്ഥിരകലകൾ. ഇത് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് മക്കളെ, ഒന്ന് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസും ഒന്ന് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസും. അത് സിമ്പിളായിട്ട് മിസ് പറഞ്ഞിട്ടെ. അതായത് നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇന്നൊരു വർക്ക് ഉണ്ട്. ഓക്കെ. അതൊരു സിമ്പിൾ വർക്കാണ്, നിങ്ങൾ വെറുതെ എഴുതിയാൽ മതി. ഓക്കെ. നിങ്ങൾക്കുള്ളത് മിസ് പറയുകയാണ്, സിമ്പിൾ വർക്കാണ്. എന്ത് എഴുതിയാൽ മതി, നിങ്ങൾ കുറച്ച് എഴുതണം. ഓക്കെ. ഒന്നെങ്കിലും നിങ്ങൾ എഴുതണം. അപ്പം നിങ്ങൾ പറയാം കുഴപ്പമില്ല, എഴുത്ത് മാത്രമല്ലേ. അത് ഒരു കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി അല്ലേ. നിങ്ങൾ 2-3 ആൾക്കാരുണ്ടെന്ന് കരുതുക. ഒരു കുട്ടീനോട് മിസ് പറഞ്ഞു എഴുതിയാൽ മാത്രം മതി, ഒരാളോട് ഞാൻ പറഞ്ഞു പഠിച്ചാൽ മാത്രം മതി. ഓക്കെ. ഒരാളോട് ഞാൻ പറഞ്ഞു ഉറങ്ങിയാൽ മാത്രം മതി, നിങ്ങൾ ഉറങ്ങിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട.
സിമ്പിൾ അല്ലേ, ഉറങ്ങിയാൽ മതിയായിരുന്നു നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ഇവിടെ എന്താ ഒറ്റ വർക്കേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എഴുതിയാൽ മാത്രം മതിയല്ലോ, അല്ലെങ്കിൽ പഠിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ സിമ്പിൾ കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എഴുതുകയും വേണം, പഠിക്കുകയും വേണം, അത് കഴിഞ്ഞിട്ട് ഉറങ്ങുകയും വേണം. കമ്പൽസറിയാണ്, സിനിമ ഒന്നും കാണാൻ പറ്റില്ല, ഉറങ്ങണം. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലക്സ് ആയി അല്ലേ, പല ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പോൾ ഇതെന്താണ്, കാര്യം കുറച്ച് കോംപ്ലക്സ് ആയി. അതേപോലെയാണ് സിമ്പിൾ പെർമനന്റ് ഇഷ്യൂസും കോംപ്ലക്സ് പെർമനന്റ് ഇഷ്യൂസും. അതായത് ഇവിടെ മിസ് ഒരു ഒറ്റ ആക്ടിവിറ്റി അല്ലേ പറഞ്ഞുള്ളൂ അല്ലേ, ഇവിടെയാണെങ്കിലോ ഇവിടെയും ഒറ്റ ആക്ടിവിറ്റി ഉള്ളൂ, ഇവിടെയാണെങ്കിലോ ഇവിടെയും ഒറ്റ ആക്ടിവിറ്റി ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ കാര്യം എന്താ, ഒന്നിലധികം ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യണം. അതേപോലെ സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ പാവം പാരൻ കൈമേനെ നോക്കിക്കേ, പാരൻ കൈമ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ പാവം എന്ന് ആലോചിക്കുക. പാവം കാണുമ്പോൾ തന്നെ ഒരു പാവം പിടിച്ച പാരൻ കൈമ അല്ലേ, സിംഗിൾ തിൻ സെൽ വോൾ, ഇടയിൽ ഇന്റർ സെല്ലുലാർ സ്പേസ് ഒക്കെയുള്ള ഒരു എല്ലാറ്റിനും നോക്കിക്കേ ഒരേപോലത്തെ സെൽസാണ്, ഒരേപോലത്തെ സെല്ലാണ്. ആൻഡ് ഇതാണ് നമ്മുടെ പാരൻ കൈമ. ഇതിനെ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ഉണ്ട്, ഇടയിൽ സ്ഥലം ഉണ്ടാകും, തിൻ സെൽ വോൾ ആണ്. ആൻഡ് ഇവരുടെ ഫംഗ്ഷൻ ചോദിച്ചാൽ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണവും ഭക്ഷണ സംരക്ഷണമാണ്. ഓക്കെ, ഫുഡ് സ്റ്റോറേജും ആണ്. പക്ഷേ ഇയാൾ നോക്കിക്കേ കോളൻ കൈമ, ഇതും ഒരു സിമ്പിൾ ടൈപ്പാണ്. അതായത് മിസ് ഒരാളോട് പറഞ്ഞു എഴുതിയാൽ മാത്രം മതി, മറ്റേ ആൾ എന്താ ചെയ്യേണ്ടത്, പഠിക്കണം അല്ലേ. പക്ഷെ ഇവരെല്ലാവരും ഒരേപോലത്തെ ആൾക്കാരാണ്, അവർ പഠിച്ചാൽ മാത്രം മതി. അതേപോലെ ഇവരെല്ലാവരും ഒരേ ടൈപ്പാണ്. പക്ഷെ ഇവരെങ്ങനെ തിരിച്ചറിയാം കോളൻ കൈമേനെ, നമ്മൾ കോർണർ എന്ന് ആലോചിച്ചാൽ മതി. കോർണർ കോളൻ കൈമ. കോർണറിൽ മാത്രം ഇവിടെ തിക്കനിങ് ഉണ്ട് അല്ലേ, കട്ടിയുണ്ട്. കോർണറിൽ മാത്രം കുറച്ച് കട്ടി കൂടുതലാണ്, കാരണം അവിടെ സെല്ലുലോസും പെക്റ്റിനും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഓക്കെ, ഇവരുടെ ഫംഗ്ഷൻ ഷേപ്പ് കൊടുക്കുക, ആകൃതി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരാളുണ്ട്, ഇതും സിമ്പിളാണ്, സിമ്പിൾ പെർമനന്റ് ഇഷ്യൂ ആണ്. അതായത് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ എന്നാലോചിക്കുമ്പോൾ നിങ്ങൾ ക്ലീഷേ എന്നൊക്കെ, സ്ക്ലീറൻ ക്ലീഷേ എന്നാലോചിക്കുക. ക്ലീഷേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ക്ലീഷേ ഡയലോഗാണെന്നൊക്കെ പറയില്ലേ. അതായത് എപ്പോഴും പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്ലീറൻ കൈമ. ക്ലീഷേ എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഭയങ്കര യൂഷ്വൽ ആയിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ ക്ലീഷേ എന്ന് പറയാം. അപ്പോൾ ക്ലീ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യേണ്ടത്, എപ്പോഴും പറയുന്നതാണല്ലോ ക്ലീഷേ. അപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുണ്ട്, കോർണേഴ്സിൽ മാത്രമല്ല എല്ലാ ഭാഗത്തും ഒരുപോലെ, എപ്പോഴും എന്നുള്ളത് പോലെ ഒരുപോലെ കട്ടിയുള്ളതാണ് സ്ക്ലീറൻ കൈമ. ഓക്കെ, ഇവരുടെ ഫംഗ്ഷൻ എന്താ, സപ്പോർട്ട്, താങ്ങ് കൊടുക്കുക, ദൃഢത കൊടുക്കുക, സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവരുടെ പ്രത്യേകതകൾ, ഈ ഒരു സ്ക്ലീറൻ കൈമയുടെ, കോളൻ കൈമയുടെ, പാരൻ കൈമയുടെ പ്രത്യേകതകൾ എക്സാമിന് ചോദിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം കേട്ടോ. ഇനി നമ്മുടെ കോംപ്ലക്സ് ടിഷ്യൂസ്. മിസ് പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് നിങ്ങൾ എഴുതുകയും വേണം, പഠിക്കുകയും വേണം, ഉറങ്ങുകയും വേണം അല്ലേ. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോരാ, ഒന്നിലധികം ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്നിലധികം ടിഷ്യൂസ് ഉണ്ട്. അതേപോലെയാണ് കോംപ്ലക്സ് ടിഷ്യൂസ്. അവിടെ ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ മാത്രമല്ല ഉള്ളത്, ഒന്നിലധികം ടിഷ്യൂസ് ഉണ്ട്. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എല്ലാവരും ഒരുപോലെയാണ്, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് അല്ലേ. നിങ്ങളെല്ലാവരും ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ എഴുതുകയും വേണം, പഠിക്കുകയും വേണം. ഓക്കെ, ഇവിടെ നോക്കിക്കോ, എഴുതുകയും വേണം, പഠിക്കുകയും വേണം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഇവിടെയുണ്ട്. അപ്പോൾ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. പല കാര്യങ്ങളുള്ള ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യണം എന്ന് പറയുന്ന പോലെ പല ടൈപ്പ് ഓഫ് സെൽസ് ഇവിടെയുണ്ട്, പല ഷേപ്പിലുള്ള ആൾക്കാർ അല്ലേ. അങ്ങനത്തതാണ് നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയാം. ഓക്കെ, പല ഷേപ്പിലും പല സൈസിലും ഉള്ള സെൽസ് ചേർന്നിട്ടുള്ള ടിഷ്യൂ ആണ് കോംപ്ലക്സ് ടിഷ്യൂസ്. അതാണ് നമ്മുടെ സൈലോം ഫ്ലോയും. അതുപോലെ സൈലം എന്ത് ചെയ്യും, റൂട്ടിൽ നിന്ന് നമ്മുടെ ലീഫിലേക്ക് വെള്ളവും ന്യൂട്രിയൻസും മിനറൽസ് എല്ലാം കൊണ്ടുവരും, ന്യൂട്രിയൻസ് എല്ലാം മിനറൽസ് ഒക്കെ കൊണ്ടുവരും. ഫ്ലോയം എന്ത് ചെയ്യും, ലീഫിൽ ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നിറയെ ക്വസ്റ്റ്യൻസ്, ആ മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ ഗ്രൂപ്പ് അതിൻ്റെ ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരാം, കോംപ്ലക്സ് ടിഷ്യൂസിൻ്റെ വരാം, പാരൻ കൈമയുടെയും കോളൻ കൈമയുടെയും സ്ക്ലീറൻ കൈമയുടെയും ഫീച്ചേഴ്സ് ചോദിക്കാം, നമ്മുടെ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ചോദിക്കാം. അപ്പം ടോട്ടൽ നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസിൽ ആരൊക്കെയുണ്ട്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനന്റ് ടിഷ്യൂസും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവർ, പെർമനന്റ് ടിഷ്യൂസ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തവർ. ഇതിൽ നമ്മുടെ മേരി ഇന്റർവെല്ലിന് അപ്പം വാങ്ങാൻ പോയപ്പോൾ ലേറ്റായി. എപ്പിക്കൽ ലാറ്ററൽ ഇന്റർകാലറി. പെർമനന്റ് ടിഷ്യൂസിൽ സിമ്പിളും കോംപ്ലക്സും. അതിൽ പാവം പാരൻ കൈമയും കോർണറിൽ തിക്കനിങ്ങിലുള്ള കോളൻ കൈമയും ക്ലീഷ അല്ലേ, എപ്പോഴും ഒരേപോലത്തെ എന്നാണ് ക്ലീഷേ. അപ്പോൾ
സ്ക്ലിറൻകൈമ. ഇനി നമ്മുടെ സൈലോം ഫ്ലോയോ കോംപ്ലക്സ്. ഓക്കെ, ഇതിൽ നമ്മുടെ ഓരോ ഫീച്ചേഴ്സ് എൻ്റെ കുട്ടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ പാരൻകൈമിനെ കുറിച്ച്, കോളൻകൈമിനെ കുറിച്ച്, അനിമൽ ടിഷ്യൂസിനെ കുറിച്ച്, നമ്മുടെ സെൽ ഓർഗനൽസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ശക്തി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ശക്തി ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ക്ലാസ്സസിൻ്റെ റെക്കോർഡഡ് വേർഷനും കിട്ടും. വർക്ക്ഷീറ്റ് ഉണ്ടാവും, ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട്സ് ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് ആകെ 2299 ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത് മക്കളെ. താല്പര്യമുള്ളവരാണെങ്കിൽ ലേറ്റ് ആക്കാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഈ ഒരു ടിഷ്യൂസിൻ്റെ സെക്ഷൻ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ആയിരിക്കും മിസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.